ഉമാ തോമസ് MLA ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് വരാം. നമുക്കറിയാം, പാർലമെന്റിൽ പാസ്സാക്കിയ പുതിയ നിയമം അനുസരിച്ച് ഇതിൽ കുറഞ്ഞൊരു ശിക്ഷ ഗ്യാങ് റേപ്പിന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇവർക്ക് ജീവപര്യന്തമെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിരുന്നു. കോടതിയെ ഞാൻ മാനിക്കാതെയല്ല, പക്ഷേ നമ്മളുടെ ഒരു സങ്കടമാണ് പറയണത്. പിന്നെ ഇത്രയും നാള് ഒരു കുട്ടി വഴിയിൽ അപമാനിക്കപ്പെട്ടിട്ട് ഇത്രയും നാൾ ഇതിനു വേണ്ടിയിട്ട് പോരാടിയെങ്കിൽ ആ പോരാട്ടത്തിനുള്ള മറുപടി പോലും ആ കുട്ടിക്ക് കിട്ടിയില്ല. നാടിനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് അവളുടെ ഈ വിഷമം മുഴുവൻ 8 വർഷങ്ങളായി സഹിക്കുന്ന ഈ ദുഃഖം മുഴുവൻ ഉണ്ടായിട്ടും അതിനൊരു നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ശരി, അഡ്വക്കേറ്റ് MR അഭിലാഷ്, ഇവിടെ ഇപ്പോൾ ഉമാ തോമസ് MLA പ്രതികരിച്ചതാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഇടപെട്ടയാളാണ് മൺമറഞ്ഞ PT തോമസ്. ആ സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടൽ ഒരുപക്ഷെ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന്, അതിന്റെ ഗതി നിർണ്ണയിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.